ബാഹ്യശത്രുക്കളിൽ നിന്നുള്ള കടുത്ത യുദ്ധഭീഷണി നേരിടുന്നതിനിടയിൽ ഇസ്രയേലിനെ നടുക്കി രാജ്യത്തിനകത്ത് ശക്തമായ ആഭ്യന്തര പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. നിർബന്ധിത സൈനിക സേവനത്തിന് വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് തീവ്ര യാഥാസ്ഥിതിക യഹൂദ സമൂഹമായ ഹാരഡി വിഭാഗം രാജ്യവ്യാപകമായി നടത്തിയ പ്രതിഷേധം ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെ പൂർണ്ണമായി നിശ്ചലമാക്കി. സമീപകാല ചരിത്രത്തിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒത്തൊരുമിച്ചുള്ള പ്രതിരോധ പ്രകടനത്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സൈനിക സേവനത്തിൽ നിന്നും വിട്ടുനിന്നതിന്റെ പേരിൽ യഹൂദ മതപാഠശാലകളായ യേശുവയിലെ ചില വിദ്യാർത്ഥിനികളെ ഇസ്രയേൽ പ്രതിരോധ സേനയും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായത്. ഈ അറസ്റ്റ് വാർത്ത പുറത്തു വന്നതോടെ തങ്ങളുടെ മതപരമായ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് ആരോപിച്ച് ഹാരഡി സമൂഹം കൂട്ടത്തോടെ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ ഉടനടി മോചിപ്പിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. രാജ്യത്തെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും പ്രതിഷേധം അതിവേഗം അക്രമാസക്തമായ കലാപത്തിന്റെ രൂപത്തിലേക്ക് വഴിമാറി. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ കടുത്ത തെരുവ് യുദ്ധമാണ് പലയിടങ്ങളിലും അരങ്ങേറിയത്. പോലീസ് തീർത്ത പ്രതിരോധ നിരകൾ ഭേദിക്കാനും പൊതുമുതൽ നശിപ്പിക്കാനും പ്രതിഷേധക്കാർ മുതിർന്നതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി. നഗരങ്ങളിലെ പ്രധാന ജംഗ്ഷനുകളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഇവരെ നീക്കം ചെയ്യാൻ പോലീസിന് കടുത്ത ബലപ്രയോഗം നടത്തേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രയേലിലെ ആഭ്യന്തര സംഘർഷത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. പ്രായഭേദമന്യേ നൂറുകണക്കിന് ഹാരഡി യഹൂദന്മാർ പോലീസുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതും കല്ലേറ് നടത്തുന്നതും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്നതും വീഡിയോകളിൽ കാണാം. പലയിടത്തും ടയറുകൾ കത്തിച്ചും ബാരിക്കേഡുകൾ സ്ഥാപിച്ചും പ്രതിഷേധക്കാർ റോഡുകൾ യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അരാദ പോലുള്ള നഗരങ്ങളിൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാണ്. അവിടെ പ്രതിഷേധിക്കാനെത്തിയ ഹാരഡി വിഭാഗക്കാരും പ്രദേശവാസികളായ സാധാരണ ജനങ്ങളും തമ്മിൽ കടുത്ത വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി എല്ലാവരും ഒരുപോലെ ത്യാഗം സഹിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുന്നതിനെതിരെ പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള ജനരോഷം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് അരാദിൽ പ്രാദേശികവാസികളും പ്രതിഷേധക്കാരും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വൻ വാഹന റാലിയാണ് സംഘാടകർ ആസൂത്രണം ചെയ്തത്. ഏകദേശം 2500-ലധികം വാഹനങ്ങൾ പങ്കെടുത്ത ഒരു ഭീമാകാരമായ വാഹനവ്യൂഹം ഇസ്രയേലിന്റെ വടക്കൻ മേഖല മുതൽ തെക്കൻ അതിർത്തികൾ വരെ ഒരേ സമയം യാത്ര തിരിച്ചു. ഇതോടെ രാജ്യത്തെ പ്രധാന ഹൈവേകളും എക്സ്പ്രസ് വേകളും മണിക്കൂറുകളോളം പൂർണ്ണമായി സ്തംഭിച്ചു. വാഹനങ്ങളുടെ നീണ്ട നിരകൾ കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ യാത്രകളും ആവശ്യ സർവീസുകളും പാടില്ലാത്ത വിധം തടസ്സപ്പെട്ടു. തോറ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ജയിലിൽ അടയ്ക്കുന്ന ഇസ്രയേൽ സർക്കാരിന്റെ ക്രൂരമായ നടപടിക്കെതിരെയുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ സമരമെന്നാണ് പ്രക്ഷോഭ നേതാക്കൾ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഇസ്രയേലിലെ ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ശക്തമായ ഉപരോധങ്ങളിലേക്ക് നീങ്ങുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി ഇസ്രയേൽ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും നിലനിൽക്കുന്ന ഏറ്റവും വലിയ തർക്ക വിഷയമാണ് തീവ്ര യാഥാസ്ഥിതിക യഹൂദന്മാർക്ക് സൈനിക സേവനത്തിൽ നൽകിയിട്ടുള്ള ഇളവുകൾ. പുതിയ സംഭവ വികാസങ്ങളോടെ ഈ വിഷയം വീണ്ടും ദേശീയതലത്തിൽ കടുത്ത ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. രാജ്യത്തെ മറ്റു പൗരന്മാർക്കെല്ലാം നിർബന്ധിത സൈനിക സേവനം ബാധകമായിരിക്കുമ്പോൾ ഈ ഒരു വിഭാഗത്തിന് മാത്രം നൽകുന്ന പ്രത്യേക പരിഗണന തുല്യതയ്ക്ക് നിരക്കാത്തതാണെന്ന വാദവും ശക്തമാവുകയാണ്. ഇസ്രയേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ ഈ ഘട്ടത്തിൽ തോറ പഠനത്തിന്റെ പേര് പറഞ്ഞ യുവാക്കൾ സൈന്യത്തിൽ ചേരാൻ വിസമ്മതിക്കുന്നത് രാജ്യദ്രോഹത്തിന് തുല്യമാണെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്നത്. എന്നാൽ ദൈവവചനവും തോറ പഠനവുമാണ് ഇസ്രയേലിനെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നതെന്നും സൈനിക ശക്തിയേക്കാൾ തങ്ങൾക്ക് വലുത് തങ്ങളുടെ മതവിശ്വാസമാണെന്നുമാണ് ഹാരഡി സമൂഹത്തിന്റെ വാദം. ഈ രണ്ട് തീവ്ര നിലപാടുകൾ തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ തെരുവിൽ പ്രകടമാകുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഖ്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സമരം മാരകമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നെതന്യാഹുവിന്റെ മന്ത്രിസഭ നിലനിൽക്കുന്നത് തന്നെ തീവ്ര വലതുപക്ഷ ഹാരഡി പാർട്ടികളുടെ പിന്തുണയിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചാൽ സഖ്യകക്ഷികൾ പിന്തുണ പിൻവലിക്കുകയും സർക്കാർ താഴെ വീഴുകയും ചെയ്യും. മറുവശത്ത് ഇളവുകൾ തുടരാൻ അനുവദിച്ചാൽ രാജ്യത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെ കടുത്ത അമർഷത്തിന് ഇരയാക്കേണ്ടി വരും.
ഈ നയതന്ത്ര പ്രതിസന്ധി ഇസ്രയേൽ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ പല മുന്നണികളിൽ ഒരേ സമയം യുദ്ധം ചെയ്യുന്ന സൈന്യത്തിന് കൂടുതൽ ആൾബലം ആവശ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ഹാറഡി യുവാക്കളെ സൈന്യത്തിന്റെ ഭാഗമാക്കാൻ സാധിച്ചാൽ അത് വലിയ നേട്ടമാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം കരുതുന്നു. എന്നാൽ അതിനെതിരെ സ്വന്തം ജനങ്ങൾ തന്നെ ആയുധമെടുത്ത് തെരുവിലിറങ്ങുന്നത് സൈന്യത്തിനും വലിയ തലവേദനയാണ്. രാജ്യത്തിനകത്ത് ക്രമസമാധാനം തകർന്നതോടെ ഇസ്രയേൽ പോലീസ് സേനയും കടുത്ത സമ്മർദ്ദത്തിലാണ്. വിദേശ ശത്രുക്കളെ നേരിടാൻ സൈന്യം അതിർത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് നേരിടുന്നത്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിക്കേണ്ടി വരുന്നത് ഇസ്രയേൽ സമൂഹത്തിൽ വലിയ വിഭാഗീയതയുണ്ടാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും ഈ ആഭ്യന്തര കലഹം ഇസ്രയേലിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കുന്നുണ്ട്. രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ജനങ്ങൾക്കിടയിൽ ഒത്തൊരുമയില്ല എന്ന സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുന്നത്. ഇസ്രയേലിന്റെ ശത്രുരാജ്യങ്ങൾ ഈ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ സമരം കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് സൂചനകൾ. യേശുവ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് തുടർന്നാൽ ഇസ്രയേൽ പൂർണ്ണമായ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. കോടികളുടെ നിലപാടുകളും ഈ വിഷയത്തിൽ നിർണായകമാകും. സൈനിക സേവനത്തിലെ ഇളവുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി നേരത്തെ നിരീക്ഷിച്ചിട്ടുള്ള സാഹചര്യത്തിൽ സർക്കാരിന് ഇനി അധികകാലം മുന്നോട്ടു പോകാൻ സാധിക്കില്ല. അതിർത്തികളിലെ യുദ്ധത്തെക്കാൾ ഭീകരമായ ഒരു ആഭ്യന്തര പ്രതിസന്ധിക്കാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളും രാജ്യത്തിന്റെ സുരക്ഷയും തമ്മിൽ എങ്ങനെ സമന്വയിപ്പിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നെതന്യാഹുവിന്റെയും ഇസ്രയേലിന്റെയും ഭാവി. തെരുവിൽ കത്തുന്ന ഈ പ്രതിഷേധാഗ്നി അണയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഭ്യന്തര തകർച്ചയ്ക്ക് കാരണമായേക്കാം.